ജിൽസീനി നമ്മൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു വെറൈറ്റി കടയിലേക്കാണ്. എന്ന് വെച്ചാലേ ഈ മോഷണം തടയാൻ CCTV ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വെച്ച് കടയുടമകൾ ജാഗരൂകരായി നിൽക്കുന്ന കാലത്ത് ഒരു വ്യത്യസ്തമായ കട പരിചയം. ആണോ? എന്താ കടയിൽ CCTV ഇല്ലെന്നാണോ? CCTV ഉണ്ടോ എന്നറിയില്ല, പക്ഷെ അതിനകത്ത് വേറെ കുറെ വ്യത്യസ്തതകൾ. ഒരു വലിയ അത്യത്ഭുതം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ, കാരണം ആളുകളുടെ ഒരു സത്യസന്ധത കൂടിയാണ് അവിടെ പരീക്ഷിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലാതിർത്തിയായ കാരാപാലത്തിന് സമീപമാണ് ഈ ഒരു അത്ഭുത കട പ്രവർത്തിക്കുന്നത് എന്നുകൂടെ പ്രേക്ഷകരോട് പറയാം. സത്യസന്ധതയുടെ കട എന്നാണ് ഈ കടയുടെ പേര്. ആ കട എന്താണെന്ന് കൂടെ പറയണ്ടേ? കടയുടമ ഇല്ലാതെ, കടക്കാരനില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കട. തൃക്കരിപ്പൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരുന്ന വഴിയിലാണ് വ്യത്യസ്തമായ ഈ കട പ്രവർത്തിക്കുന്നത്. ഉപ്പിലിട്ടതും അച്ചാറും മോരുമടക്കം വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കടയിൽ വിൽപ്പനയ്ക്കുള്ളത്. വിൽപ്പന നടത്തുന്ന സാധനങ്ങളുടെ കാര്യത്തിലല്ല കടയുടെ സവിശേഷത. കടയിൽ സാധനങ്ങൾ എടുത്തു നൽകാനോ പണം വാങ്ങാനോ ആരും ഉണ്ടാകില്ലെന്നിടത്താണ് ഈ കടയുടെ പ്രത്യേകത. പൂട്ടും താക്കോലും ഒന്നുമില്ലാത്ത കടയിൽ ഉടമ ഉണ്ടാകുന്നത് ആകെ 2 മണിക്കൂറോളം മാത്രമാണ്. രാവിലെ എത്തി വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ച് തിരിച്ചു പോയാൽ പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും വന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചു മടങ്ങുന്നതാണ് സുലൈമാന്റെ രീതി. വരുന്നവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് തുക കടയിലെ പാത്രത്തിൽ നിക്ഷേപിക്കാം, അതുമല്ലെങ്കിൽ പണം GPay ചെയ്താലും മതി. സുലൈമാൻ കട തുറന്ന് 3 മാസങ്ങൾ ആകുന്നതേ ഉള്ളൂ. എങ്കിലും നാട്ടുകാർക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ കട പേരെടുത്തു കഴിഞ്ഞു. സത്യസന്ധതയുടെ കട എന്ന് പ്രത്യേകം എഴുതി തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടുന്ന് എന്തെങ്കിലും ആവശ്യമില്ല സാധനം എടുക്കുക, നമുക്ക് ഇല്ല അതിൻ്റെ പൈസ അതവിടെ എഴുതിയിട്ടുണ്ടാകും, അതവിടെ ബോക്സിലിടുക, ഇല്ലെങ്കിൽ Google Pay വഴി കൊടുക്കുക. ഇങ്ങനെയൊക്കെ എല്ലാ നാട്ടിലുണ്ടായാലും എത്ര നന്നായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. സാധനങ്ങൾ എടുത്തു നൽകാൻ ജീവനക്കാരും കടയിലെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ CCTV ക്യാമറകളുമായി പ്രവർത്തിക്കുന്ന ഹൈടെക് ലോകത്ത് സുലൈമാന്റെ ഈമാൻദാരി കി ദുഖാൻ വേറിട്ട ഒരു കാഴ്ച തന്നെയാണ്. മീഡിയ 1 കണ്ണൂർ.